വലിയ ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ ഖുർആൻ ഓതുമ്പോ പരിസരങ്ങളിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടാക്കാറില്ല. ഒരു ഉപ്പ ഖുർആൻ ഓതുമ്പോ ഒരു ശബ്ദവും ഉണ്ടാക്കാറില്ല. കുട്ടികൾ ഖുർആൻ ഓതുകയാണെങ്കിലും അവിടെ ഇരുന്ന് സംസാരിക്കാറില്ല. ഒന്നുകിൽ വരാന്തയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ അടുക്കള ഭാഗത്തേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഒഴിവുള്ള ഏതെങ്കിലും മുറിയിലേക്ക് പോകും. ഖുർആൻ ഓതുന്നിടത്ത് വെച്ച് സംസാരിക്കുന്നത്, ഖുർആൻ ഓതുന്നിടത്ത് വെച്ച് സംസാരം ഉണ്ടാക്കുന്നത് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. വളരെയധികം പേടിക്കേണ്ട വിഷയം കൂടിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ സംസാരിക്കരുത്. ഖുർആൻ ഓതുമ്പോ കേൾക്കുകയാണ് വേണ്ടത്. നന്നായി അത് ശ്രവിക്കണം. അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. നമുക്ക് ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ വീടുകളിൽ വലിയ ഗുണം ലഭിക്കാൻ ഖുർആനോത്ത് കേൾക്കുന്നത് വലിയൊരു കാരണമാണ്. ലഅല്ലക്കും തുർഹമൂൻ എന്നല്ലേ കേൾക്കുന്നതിന് പ്രതിഫലമായി അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾക്ക് ബറക്കത്ത് നൽകപ്പെടാൻ, അനുഗ്രഹം ചെയ്യപ്പെടാൻ ഖുർആൻ ഓതുന്നത് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ഖുർആനോത്ത് കേൾക്കൽ. പലരുടെയും ഓത്ത് തങ്ങൾ കേട്ടിട്ടുണ്ട്. രാത്രി സമയത്ത് ഏറെ ഖുർആൻ ഓതിയിരുന്ന സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഖുർആൻ ഓതിയിരുന്നത് ഏറ്റവും അധികം പാതിരാ സമയത്താണ്. 3 മണി 4 മണി സമയത്താകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ എഴുന്നേൽക്കും. എന്നിട്ട് ഖുർആൻ ഓതും. മദീനയിൽ വെച്ചുള്ള കഥയല്ല ഞാൻ പറയുന്നത്, മക്കയിൽ വെച്ച് തന്നെ. ആ ഖുർആനോത്ത് കേട്ടിട്ട് പരിസരത്തുള്ള സഹോദരിമാര് മുഴുവനും അവരുടെ ഉറക്കം മാറ്റിയിട്ട് സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു. മുശ്രിക്കുകൾക്കത് വലിയ തലവേദനയായി. ആരെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയതല്ല. മഹാനവറുകളുടെ ഓത്ത് കേട്ടിട്ട് മുശ്രിക്കുകളുടെ ഭാര്യമാരും അവരെ മക്കളും സഹോദരിമാരും ഉമ്മമാരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്ത് പോയി തമ്പടിച്ചിരിക്കുകയാണ്. ഉള്ളിൽ വെച്ച് ഓതുന്ന ഖുർആൻ പുറത്തിരുന്നു കൊണ്ട് അവർ കേൾക്കുകയാണ്. ഇത് ആവർത്തിച്ച് വന്നപ്പോ അവരെല്ലാവരും കൂടി ഒന്ന് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഓത്ത് നിർത്തണം. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ശല്യം ചെയ്തിട്ടില്ലല്ലോ, ആരോടും വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭംഗിയാണത്. കേൾക്കേണ്ടതുപോലെ ഒരാൾ അതിലേക്ക് മനസ്സ് കൊടുത്താൽ എത്ര കേട്ടാലും മതി വരാത്ത ഒരു ശബ്ദം ലോകത്ത് ഖുർആനിന്റെ ശബ്ദമല്ലേ ഉള്ളൂ. എത്ര കാലമായി സഹോദരങ്ങളെ പരിശുദ്ധ ഹറമൈൻ ശരീഫൈനിൽ 40 കൊല്ലമായി ഇമാമ് നിൽക്കുന്ന ഇമാമുകൾ ഇന്നും ഉണ്ട്. പക്ഷേ അവരെ ഓത്ത് ഒരു കേസറ്റിലൂടെയോ മറ്റോ നമ്മൾ കേൾക്കുകയാണെങ്കിൽ എന്നും അതിന് ഭംഗിക്കൊരു കുറവും ഇല്ല, കേൾക്കുന്നതിനൊരു തടസ്സവും ഇല്ല. എന്തൊരു ആനന്ദമാണ്, എന്തൊരു സൗന്ദര്യമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പുതുമയോടെ പരിശുദ്ധ ഖുർആനിന്റെ ഭംഗി ഓരോ വർഷവും വലിയ ചാരുതയോടെ സന്തോഷത്തോടെ കേൾക്കുന്നു. ഏറ്റവും അധികം ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആനാണ്. ഖുർആൻ കേൾക്കും പോലെ ലോകത്ത് മറ്റൊന്നും കേൾക്കുന്നില്ല. ഏറ്റവും അധികം ആളുകൾ കേൾക്കുന്നത് ഖുർആനിന്റെ ശബ്ദമാണ്. ആ ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്നതിന് വലിയ ബറക്കത്തുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അറിയാതെയാണ് പെണ്ണുങ്ങൾ വന്ന് ഓത്ത് കേൾക്കുന്നത്. ആവർത്തിച്ച് വീടകങ്ങളിൽ നിന്ന് പാതിരാ സമയത്ത് ഉമ്മമാരും പെങ്ങന്മാരും എഴുന്നേറ്റ് വരുന്ന സംഭവം ആവർത്തിച്ചപ്പോ മുശ്രിക്കുകൾ കർശനമാക്കി, നിങ്ങൾ ഇവിടെ താമസിക്കരുത്. പരിശുദ്ധ ഖുർആനോത്തിന്റെ പേരിലാണ് അവർക്ക് ഭയം തോന്നുന്നത്. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ചേർന്നു പോകുമോ എന്ന പേടിയാണ്. ആരെയും ക്ഷണിച്ചതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓത്തിന്റെ ഭംഗിയാണ്, ഓത്തിന്റെ സൗന്ദര്യമാണ്. മൈക്ക് വെച്ചാണോ ഓതുന്നത്? അല്ല, വീട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് ഓതുന്നത്.
വീടിന്റെ പുറത്ത് വെച്ചല്ല, ഉള്ളിൽ വെച്ചാണ് ഓതുന്നത്. പക്ഷേ ശബ്ദങ്ങളൊക്കെ അടങ്ങിയ നേരത്ത് ഒരാൾ ഓതുന്ന ശബ്ദം നല്ല ക്ലിയറായി പുറത്തേക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അത് കേൾക്കാനാണ് സഹോദരിമാര് ഒരുമിച്ച് കൂടിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓത്ത് നിർത്തുന്ന പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് യാത്ര പോകാം. തന്റെ വസ്തുവകകൾ മുഴുവനും എടുത്ത്, വസ്ത്രങ്ങളും ആവശ്യക്ക സാധനങ്ങളും ഒക്കെ എടുത്തൊരു വാഹനത്തിൽ കെട്ടി ഭദ്രമാക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ ഒരുങ്ങി പുറപ്പെട്ടു. മക്ക വിട്ടു പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ വലിയൊരു കാരണവരായ ഇബ്നു ദുബുന വഴിവക്കിൽ വെച്ച് കണ്ടു. എവിടേക്കാ നിങ്ങൾ പോകുന്നത്? നിങ്ങളുടെ നാട്ടുകാരെന്നെ ഇവിടെ നിൽക്കാൻ അയക്കുന്നില്ല. ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് രാത്രി ഖുർആൻ ഓതിയപ്പോ അയൽപക്കത്തുള്ള സഹോദരിമാര് മുഴുവനും എന്റെ വീടിന്റെ മുൻവശത്ത് വന്ന് തമ്പടിച്ച് ഖുർആൻ ഓത്ത് കേൾക്കുന്നു. ഞാൻ അവരെ ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല, ഒരാളോടും വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഉറക്കം മാറ്റിയിട്ട് അവര് വന്ന് ഓത്ത് കേൾക്കുന്നത് അവരോടൊപ്പം ജീവിക്കുന്ന പുരുഷന്മാർക്ക് വലിയ തടസ്സമായി തോന്നിയപ്പോ ഒന്നുകിൽ ഓത്ത് നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നവര് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറപ്പെട്ടു പോയി. ഇബ്നു ദുബന പറഞ്ഞു, മിസ്ലുക ലാ യുഖ്റജ്, നിങ്ങളെ പോലോത്തവര് നാട് വിട്ടു പോകാൻ പാടില്ല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖിറുൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖീ. ഒരു നാട്ടിൽ നിങ്ങളെ പോലോത്ത ആളുകൾ എപ്പോഴും ഉണ്ടാകണം. കാരണം എല്ലാ സൽസ്വഭാവങ്ങളും മേളിച്ച മഹൽ വ്യക്തിത്വമാണ് നിങ്ങൾ. കുടുംബക്കാർക്ക് ഏറ്റവും വലിയ ഉപകാരപ്പെട്ട ആളാണ്. നന്നായി കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ്. പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. നിങ്ങളെ പോലത്തെ ആളുകൾ നാട് വിട്ടുപോയാൽ അത് നാട്ടുകാർക്ക് വലിയ ദുരന്തമാണ്. നിങ്ങൾ പോയേക്കരുത്. നിങ്ങൾക്ക് ഞാൻ അഭയം തരാം, തിരിച്ച് വീട്ടിലേക്ക് പോകണം. فمن الله علينا ووقانا عذاب السموم. സ്വർഗീയസ്ഥരായ ആളുകൾ പരസ്പരം സംസാരിക്കുന്ന ഒരു ശൈലി ഖുർആൻ വിവിധയിടങ്ങളിൽ വിവിധ രൂപത്തിൽ പറയുന്നുണ്ട്. അതിൽ സൂറത്തു തൂറിൽ പറയുന്ന ഒരു ശൈലിയാണ്. നമുക്ക് നേരത്തെ ദുനിയാവിൽ തന്നെ നരകം പേടിയാണ്. നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളെയും പേടിയായിരുന്നല്ലോ. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നത് കൊണ്ട് സലാമത്തായി. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ടാ പറയുന്ന ഒരു കാര്യമാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു, ചെറിയ അനുഗ്രഹമല്ല. വവഖാനാ അദാബസ്സമൂം, വിഷലിപ്തമായ ശിക്ഷ. അല്ലെങ്കിൽ സഹോദരങ്ങളെ, സൂചിപ്പഴുതിലൂടെ തുളച്ചു കയറുന്ന രീതിയിൽ ശരീരത്തിന്റെ മാംസപേശികളിലേക്ക് തുളച്ചു കയറുന്ന ശിക്ഷ. രണ്ടർത്ഥവും സമൂമിനുണ്ട്. നരകശിക്ഷയെ പറ്റി ഖുർആൻ പറയുന്ന ഒരു വാക്കാണ് സമൂം എന്നത്. സമ്മിൽ നിന്ന് വന്നതാണ് എന്ന് വെക്കുമ്പോ ഒരർത്ഥമാണ്, സുമ്മിൽ നിന്ന് വന്നതാണ് എന്ന് വെക്കുമ്പോ മറ്റൊരർത്ഥമാണ്. സുമ്മ് എന്ന് പറഞ്ഞാൽ അറബിയിൽ വിഷം എന്നാണ്. വിഷം എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് സുമ്മ്. ആ സുമ്മ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നരകശിക്ഷ മുഴുവനും വിഷലിപ്തമായ ശിക്ഷയാണ്. നരകത്തിന്റെ വെള്ളമാണോ, നരകത്തിന്റെ ചൂടാണോ, നരകത്തിന്റെ തണുപ്പാണോ, നരകത്തിലുള്ള ഹിംസ്രജീവികളുടെ അക്രമമാണോ, മുഴുവനും വിഷലിപ്തമാണ്. നരകത്തിന്റെ കാറ്റ്, അതും വിഷലിപ്തമാണ്. നരകത്തിലെ പുകകൾ, കരിമ്പുകകൾ വിഷലിപ്തമാണ്. അതേ പ്രസവത്തിന് നേതൃത്വം നൽകുന്ന പേറ്റാട്ടിയായ പെണ്ണ് കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്ന് പറയുന്നു. കുട്ടി സന്തോഷത്തോടെ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ പഴയ കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവ സമയമായപ്പോ തൊട്ടടുത്തിരിക്കുന്ന മൈമൂന ബീവി റളിയല്ലാഹു അൻഹയോടും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടും തങ്ങൾ പറഞ്ഞതെന്താണ്? ആയത്തുൽ കുർസി ആവർത്തിച്ചു ഓതാനാണ്, സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിച്ചു ഓതാനാണ്, ദുആഉൽ ഖർബ് ആവർത്തിച്ചു ചൊല്ലാനാണ്. അവര് മൂന്നുപേരും രണ്ടുപേരും മാറി മാറി ഖുർആൻ ഓതുന്നു, ആയത്തുൽ കുർസി ധാരാളം ഓതുന്നു, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു. എല്ലാവർക്കും അറിയുന്നതല്ലേ ഈ രണ്ട് കാര്യങ്ങളും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ദുആഉൽ ഖർബ് ആവർത്തിച്ച് ചൊല്ലലോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകുന്നു. നല്ല സന്തോഷത്തോടെ റാഹത്തോടെയുള്ള പ്രസവം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവുമില്ല. വിശുദ്ധ ഖുർആനിന്റെ തണലിൽ തന്നെയാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ തണലിലാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറക്കരുത്. നമ്മുടെ ഖൽബിന്റെ പരിശുദ്ധി നിലനിർത്താൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട ഒന്നാണ് ഖുർആനുമായുള്ള ടച്ച്. ഒരിക്കലും നമ്മളത് മുറിച്ചുകൂടാ. സഹാബത്തും ഖുർആനും തമ്മിലുള്ള ബന്ധം ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആദാബുകൾ മാത്രം എഴുതിയ ഒരു കിതാബില് മഹാനവറുകൾ സ്വഹാബത്തും ഖുർആനുമായുള്ള ബന്ധം പറയുന്നുണ്ട്. വകാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻളർ ഫിൽ മുസ്ഹഫി. മുസ്ഹഫ് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. മുസ്ഹഫ് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനത് വല്ലാത്തൊരു വിഷമായി. ഖുർആൻ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്നുള്ളത് സൈക്കൂൽ അവർക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ ഒരു ടച്ചായിരുന്നു സഹാബത്തിന് ഖുർആനുമായിട്ടുള്ളത്. ഖുർആനായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നമ്മൾ ഖുർആനായിട്ടുള്ള ബന്ധം കുറക്കരുത്, ബന്ധം വർദ്ധിപ്പിക്കണം. വീട്ടിലുള്ള എല്ലാവരും ഖുർആൻ ഓതണം. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾക്ക് ഒഴിവില്ല, ഖുർആനായിട്ടുള്ള ടച്ചിൽ ഒഴിവില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഓതാൻ പറ്റാത്തൊരു പരിതസ്ഥിതി ഉമ്മമാർക്ക് വരുമ്പോ അവര് ഖുർആനിലേക്ക് നോക്കിയിട്ട് സമയം ചെലവഴിക്കണം. ഓതാൻ പറ്റൂല, ഹറാമാണ്. തൊടാൻ പറ്റൂല, ഹറാമാണ്. കേൾക്കാൻ പറ്റൂല, പറ്റും. കേൾക്കാൻ പറ്റും, നോക്കാനും പറ്റുമല്ലോ, നോക്കാനും പറ്റും. എത്രത്തോളം മഹാനവറുകൾ പറഞ്ഞു, നോക്കുമ്പോ ഇങ്ങനെ ഖുർആനിന്റെ വരികൾ ഇങ്ങനെ മനസ്സിൽ വരും. മനസ്സിൽ വന്നോട്ടെ, നാവുകൊണ്ട് മൊഴിയണ്ട, മനസ്സിൽ അതിന്റെ പദങ്ങളൊക്കെ ഇങ്ങനെ വന്നോട്ടെ. ഖുർആൻ നോക്കുമ്പോ പരിചയമുള്ള ആൾക്കാരല്ലേ, പരിചയമുള്ള സൂറത്ത് യാസീനോ തബാറക്ക് ഏതെങ്കിലുമൊക്കെ നാവിലൂടെ ഇങ്ങനെ വരാൻ നോക്കും. നാവിലൂടെ പറയണ്ട, മനസ്സിലൂടെ അതിന്റെ വാചകങ്ങളൊക്കെ വന്നോട്ടെ. എന്നാലും ടച്ച് വിടാൻ പറ്റൂല. പ്രസവിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് കിടക്കുന്ന കുട്ടിയെയും ഉമ്മയെയും ചേർത്തുകൊണ്ട് സൂറത്തുൽ അറാഫിലെ ആയത്ത് ഓതി കേൾപ്പിക്കണം രണ്ടുപേർക്കുമായിട്ട്. രണ്ടുപേർക്കും ജീവിതം സ്വച്ഛന്തമായി കിട്ടണം. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ ثم استوى على العرش يغشي الليل النهار يطلبه حديثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ഓതാൻ അറിയുന്ന ഒരാളെ വിളിച്ച് ഉമ്മയെയും കുട്ടിയെയും കേൾപ്പിക്കുന്ന രൂപത്തിൽ ഇത് ഓതണം. എപ്പോ ഉമ്മാന്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ, പ്രസവിച്ച സഹോദരങ്ങളെ ഓതണമെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഉമ്മക്ക് വലിയ കാവലാണ്, കുട്ടിക്ക് വലിയ കാവലാണ് ഈ ആയത്ത്. ആ കുട്ടിയെ ബാങ്കും ഇഖാമത്തും കൊടുത്ത് സൂറത്തുൽ ഇഖ്ലാസും കേൾപ്പിച്ച ശേഷം കുട്ടിക്ക് പിന്നെ ഓതി കേൾപ്പിക്കേണ്ട ആയത്തും ഖുർആനിലെ ആയത്താണ്. ഏതാണ് ആ ആയത്ത്? കുട്ടികളില്ലാതെ ഒരുപാട് കാലം വിഷമിച്ച ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകിയപ്പോ
കുട്ടിയെ കിട്ടിയ സന്തോഷം, മടിയിലിരുത്തിയ ആ കുട്ടിയെ കിട്ടിയ ഉടനെ തന്നെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ സന്താന പരമ്പരകൾക്കും പിശാചിന്റെ ശല്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആ ഒരൊറ്റ ആയത്ത് ആ മഹദി അന്ന് ചൊല്ലിയപ്പോ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാമിൻ മൗലൂദിൻ യൂലദു, ജനിക്കുന്ന ഏതൊരു കുട്ടിയും ആ കുട്ടികളെയൊക്കെ പിശാച് രണ്ട് ഞെക്കൽ ഞെക്കുന്നുണ്ട്, രണ്ട് അമർത്തൽ അമർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടി കരയുന്നത്. നമ്മൾ കുട്ടി കരഞ്ഞോ, ആ കുട്ടിക്ക് കുഴപ്പമില്ല, ചിരിച്ചോ എന്നാലും കുഴപ്പമില്ല, രണ്ടും മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, ഇതിനും ആ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് കരച്ചിൽ വന്നത്? പിശാചിന്റെ സ്പർശനം കൊണ്ടാണ് കരച്ചിൽ വന്നത്. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ മറിയം വബ്നഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് ഒഴിവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ മസീഹ് ഈസാ അലൈഹിസ്സലാം അതിൽ നിന്ന് ഒഴിവാണ്. എന്തേ ഒഴിവാകാനുള്ള കാരണം? ഹന്നത്ത് ബീവി ചൊല്ലിയ ദിക്റാണ്. ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന ദിക്റാണ്. വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആ സന്താന പരമ്പര തീർന്നിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം ഇനി വരും. ഈസാ നബി അലൈഹിസ്സലാം കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കൾ ജനിക്കും. ആ മക്കൾക്കും ഉണ്ട് ആ വിശുദ്ധി. ഏത് വിശുദ്ധി? വല്യുമ്മാന്ന് ചൊല്ലിയ ദിക്റിന്റെ പരിശുദ്ധി ആ പരമ്പരയിൽ മൊത്തം ബാക്കിയുണ്ട്. പിശാചിന്റെ സ്പർശനം ഏൽക്കുന്നതിന്റെ മുമ്പ് ഈ ദിക്റ് ചൊല്ലണം സഹോദരങ്ങളെ. വാക്കും ഇഖാമത്തും കൊടുത്ത് വലത്തെ കാതിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസും കേൾപ്പിച്ച ശേഷം ആ കുട്ടിയുടെ ശരീരം മൊത്തം നോക്കിയിട്ട് ഒരൊറ്റ ദിക്റ്, വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ചൊല്ലേണ്ട സമയത്ത് അത് ചൊല്ലിയാൽ വലിയ ഭാഗ്യം ആ കുട്ടിയിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഖുർആനാണ് അവിടെയും കാരണമായി തീരുന്നത്. പിശാച് സ്പർശിക്കുന്നു എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് പിശാച് അറിയുന്നത് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. തൊടാൻ പറ്റിയിട്ടില്ല, അത് വേറെ വിഷയം. പിശാച് അറിയുന്നത് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോ ബാക്കിയുള്ള എല്ലാരും തൊട്ടു എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് പിശാച് അറിയുന്നത് എപ്പോഴാ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത്. അന്ന് ശൈത്താൻ ഇബ്ലീസിന് ഒരു പണിയുണ്ട്. തന്റെ അനുയായികളോടൊക്കെ പറയും, ഒന്നാം ആകാശത്തേക്കൊന്ന് കേറി നോക്കണം. അന്നും പതിവ് പോലെ അനുയായികൾ വിളിച്ചിട്ടവൻ പറഞ്ഞു, ഒന്നാം ആകാശത്തേക്കൊന്ന് കേറി നോക്കണം, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പകർത്തിക്കൊണ്ടുവരണം. അപ്പോ ഇബ്ലീസിന്റെ അനുയായികൾ എല്ലാവരും ഒന്നാം ആകാശത്തേക്ക് കയറാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങോട്ട് കയറി തുടങ്ങുമ്പോഴേക്ക് അവരെ ശരീരത്തിലേക്ക് ചെങ്കോല് വർഷിച്ചു. ശക്തമായ രീതിയിൽ അവരെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഓട്ടയായി കരിഞ്ഞുടങ്ങി, കത്തിക്കരിഞ്ഞുപോയി. തിരിച്ചു വന്നിട്ട് അവര് പറഞ്ഞു നേതാവിനോട്, ഇബ്ലീസിനോട്, ഇന്ന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടില്ലേ, അതാ ഉൽക്കവർഷം നടന്നിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഹദീസിൽ വന്ന ആ ഒരു വിഷയം ഒരൊറ്റ വരിയിലാണ് മൻഖൂസ് മൗലിദിൽ നമ്മെ പഠിപ്പിക്കുന്നത്. റുമിയത്തിശ് ശയാതീനു മിനസ് സമാഇ ബിശ്ശുഹുബി സവാഖിബി. പ്രകാശിക്കുന്ന ചെങ്കോലുകൊണ്ട് പിശാചുക്കളെ എറിയപ്പെട്ടു. സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണത്. ഒരൊറ്റ വരിയിലാണ് മൻഖൂസ് മൗലിദിൽ അത് ഒതുക്കിയത്. പിശാച് ഇബ്ലീസ് അനുയായികളോട് പറഞ്ഞു, മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതം ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. എല്ലാവരും എല്ലാ ഭാഗത്തേക്കും പോയി. അപ്പോഴാണ് അവര് കാണുന്നത് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം വലിയ സന്തോഷത്തിലാണ്.
അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെയും എടുത്ത് നേരെ കഅബത്തിന്റെ മുറ്റത്തേക്ക് വന്നതാണ്. ഇബ്ലീസ് ശൈത്താന്റെ അനുയായികൾ കാണുന്നത് കഅബന്റെ വാതിലിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചല്ലോ, അല്ലാഹുവേ ഈ കഅബയെ മുൻനിർത്തിയിട്ട് നിന്നോട് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി കാവൽ ചോദിക്കുമ്പോ മിൻ ഹാസിദിൻ മുൻതരിബിൽ ഐനാനി അന്തല്ലദീ സുമ്മീത ബിൽ ഖുർആനി. അവർ തിരിച്ചു വന്നിട്ട് ഇബ്ലീസിനോട് പറഞ്ഞു, ശരിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം സന്തോഷത്തിലാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ചെറിയ മകനില്ലേ അബ്ദുല്ലാഹി എന്നവര്, അവർക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി റന്ന ഇബ്ലീസു റന്നതൻ വാഹിദ, 4 സന്ദർഭങ്ങളിലായി പൊട്ടിക്കരഞ്ഞിട്ടുണ്ടല്ലോ ഇബ്ലീസ്. ഇബ്ലീസ് ആദ്യമായി പൊട്ടിക്കരഞ്ഞത് ആ ഒരു വാർത്ത കേട്ടപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊടുന്നതിന് പകരം വിവരം അറിയുന്നത് തന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ്. അത് അവിടുത്തേക്ക് അല്ലാഹു നൽകിയ വേറിട്ട പരിശുദ്ധിയാണ്. തങ്ങളെ ജന്മത്തോടെ 1-ാം ആകാശത്തിലേക്കുള്ള സ്വാധീനം ഇബ്ലീസിന് നഷ്ടപ്പെട്ടപ്പോ ഇബ്ലീസ് അനുയായികളോട് പറഞ്ഞു, എങ്കിൽ ഈ നേതാവിന്റെ അനുയായികളിൽ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ വരും. 1-ാം ആകാശത്തേക്കുള്ള പെർമിഷൻ മുടങ്ങിയില്ലേ, ഭൂമിയിലും പലരെയും സ്വാധീനിക്കാൻ നമുക്ക് കഴിയില്ല, പലരെയും തൊടാൻ പറ്റില്ല. ചില ആൾക്കാരെ കിട്ടുന്നല്ല നമുക്ക്, അവരെ കാണുമ്പോഴേക്കെന്നെ പേടിയായി പോകും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, അവരെ കാണുന്നതിന്റെ ശൈത്താന് പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് വരികയാണ്, തങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ദിവസം. അപ്പൊ വീടിന്റെ ഉള്ളിൽ നിന്ന് സഹോദരിമാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരുമല്ല, നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. നമ്മളെ പുരയിൽ 1-2 ആളായിട്ട് കുറച്ച്, ഇത് 9 ആൾക്കാരില്ലേ, 9 ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാം. എന്നുണ്ടാ പതിവ്, തങ്ങളൊരു 5 മിനിറ്റ് കിട്ടിയാൽ 9 ആള് മുതലാക്കും സംസാരിച്ചിട്ട്. അത് ഒരു സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധത്തിന്റെയും അടയാളം. അവരെപ്പോഴെങ്കിലും ഒരു ടൈം നബിതങ്ങളെ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു സമയം വീട്ടിൽ തങ്ങൾ ഫ്രീ ആയിന്ന് കണ്ട അപ്പ എല്ലാവരും വരും, എല്ലാ വീടുകളിൽ നിന്നും വരും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരു ഉമ്മ പതുക്കെ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടു. അപ്പൊ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ഒരു ഉമ്മ പറഞ്ഞു, ഉമർ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ 9 ആളും വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് സലാം പറഞ്ഞു, നബിയെ സംസാരം കേട്ടല്ലോ. അതാരുമല്ല, അത് ഉമ്മമാര് സംസാരിച്ചതാണ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ ഉണ്ടോ ഒച്ചയാണ്. എന്നിട്ട് എന്തേ സംസാരം നിർത്തിയത് എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ഒരു ഉമ്മ പറഞ്ഞു, ഉമറേ നിങ്ങളെ നമുക്ക് പേടിയാണ്, നിങ്ങളെ പേടിച്ചിട്ട് നിർത്തിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചൂടാകുക, എന്നെ പേടിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനല്ലേ പേടിക്കേണ്ടത്. അപ്പൊ ഉമ്മമാര് പറഞ്ഞ, അല്ലല്ല, നിങ്ങളെ വല്ലാത്ത പേടിയാണ്, നിങ്ങളൊരു സാധാരണ ആളല്ല, നിങ്ങൾ എന്തെങ്കിലും എന്ന് പറഞ്ഞ അപ്പോഴേക്ക് ആയത്തിറങ്ങി, പിന്നെ നമ്മളെ കാര്യം പോട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ആയത്തിറങ്ങിയത്. നമ്മൾ പുറത്തേക്ക് ജനങ്ങളൊന്നും കാണാത്ത സ്ഥലത്തേക്ക് അന്ന് വീടിനോട് ചേർന്നുകൊണ്ട് ടോയ്ലറ്റ് സംവിധാനം വന്നിട്ടില്ല. അപ്പൊ രാത്രി സമയത്ത് പുറത്തേക്ക് പോകാനും കാണാത്ത സ്ഥലത്ത് പോയി കാടൻ പ്രദേശങ്ങളിൽ പോയി മറക്കിരുന്ന് തിരിച്ചു വരും. അതിന് വരെ തടസ്സം വന്നത് നിങ്ങൾ ഒറ്റ കാഴ്ചകൊണ്ടാണ്. അപ്പൊ ആയത്തിറങ്ങി, വേറെ സംവിധാനമായി. പിന്നെ അന്യ ആണുങ്ങൾ വന്ന് വീടിനോട് ചേർന്ന് സംസാരിക്കുന്ന കണ്ടപ്പോ അപ്പോഴും നിങ്ങൾ സംസാരിച്ചു, അതിൽ ഹിജാബിന്റെ ആയത്തിറങ്ങി. നിങ്ങൾ എവിടെ തൊട്ടാലും ആയത്തിറങ്ങാണ്. നിങ്ങളെ വല്ലാത്ത പേടിയാണ്, നിങ്ങളെ കാണാനും പേടിയാണ്, സംസാരിക്കാനും പേടിയാണ്. പിന്നെ ഇങ്ങനെ ഈറ്റാകാണ്. എന്നല്ലല്ലോ അവർ പേടിക്കേണ്ടത്, എന്നെക്കാളും അവർ പേടിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഈ ഇരിക്കുന്ന മുത്തുനബി തങ്ങളല്ലേ. റളിയല്ലാഹു പിന്നെ ഇങ്ങനെ റൈസ് ആകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങൾ ചൂടാകണ്ട, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനമാണ്.
അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണത്. നിങ്ങളെ പേടിക്കുന്നത് ആരല്ല, ഇവര് മാത്രമൊന്നല്ലല്ലോ. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജി. ഉമറേ, നിങ്ങളൊരു വഴിക്ക് പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിക്ക് പോകൂ. നിങ്ങൾ പോകുന്ന വഴിക്ക് ക്രോസ് ആയിട്ട് അവൻ വരില്ല. നിങ്ങളെ പിന്നാലെയും പിന്തിരിപ്പിക്കാൻ അവര് വരില്ല. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട് എത്ര വലിയ കാവലാണ് അല്ലാഹു നൽകിയത്. മറിയം ബീവിയെ ശൈത്താൻ തൊട്ടില്ല, ഈസാ നബി അലൈഹിസ്സലാമിനെ തൊട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. 33-ാമത്തെ വയസ്സിലല്ലേ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ടത്. ഇനി ഒരു 7 കൊല്ലം കൂടി ഈസാ നബിക്ക് ബാക്കിയുണ്ട്. തിരിച്ചു വന്ന് ഭൂമിയിൽ താമസിക്കും, കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കൾ ജനിക്കും. ആ മക്കൾക്ക് വരെ കാവലാണ്. വഇന്നീ യുഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഖുർആനുമായുള്ള ബന്ധം കുറയരുത്. ഖുർആൻ നിത്യജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. ഓതേണ്ട സംഗതികൾ എപ്പോഴും ഓതണം. ഖുർആൻ ഓതിയിട്ടല്ലേ സ്വഹാബിമാർ അവരെ സ്വത്തിന് കാവൽ നിന്നത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ വീട്ടില് പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരുപാട് കാരക്കയുടെ കൊട്ടകള്, നിറച്ചു വെച്ച കാരക്ക കൊട്ടകള്, അതിന്റെ എണ്ണങ്ങനെ ചില സമയത്ത് രാത്രി കുറഞ്ഞു പോകുന്നു. എനിക്ക് സംശയം തോന്നി, ആരോ വന്ന് കട്ട് കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ദിവസം രാത്രി ഞാൻ കാവൽ നിന്നു. അപ്പോഴാണ് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരം നോക്കിയിട്ട് അതാ ഒരാളങ്ങനെ പതുക്കെ വരുന്നു. ഞാൻ അയാളെ മുറുക്കെ പിടിച്ചു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പിടിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ ചർമ്മൊന്നും അല്ല, മനുഷ്യന്റെ തൊലിയല്ല, പിന്നെ ഒരു മൃഗത്തിന്റെ തൊലി പോലെ കുറെ രോമങ്ങളും മുടിയൊക്കെ ഉണ്ട്. പിടിച്ചപ്പോഴേക്ക് എന്റെ കയ്യിൽ എന്തോ ഒരു വെറുപ്പ് തോന്നിപ്പോയി. കാരണം മനുഷ്യന്റെ ശരീരമാകുമ്പോ തൊടാൻ സുഖല്ലേ. ഇത് രൂപം കണ്ടിട്ടാണെങ്കിൽ മനുഷ്യന്റെ രൂപവും, തൊട്ടു നോക്കുമ്പോ ചർമ്മൊക്കെ വേറെ, രോമങ്ങളൊക്കെ നിറയുണ്ട്, കാണാനൊക്കെ ഒരു വികൃത രൂപമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു വന്ന ആളോട്, അന്ത മിനൽ ഇൻസി അം മിനൽ ജിന്നി, നീ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടതാണോ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ടാണ്. നീ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അതിന് മറുപടി പറഞ്ഞത്, ഏതാനും സാധുക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ കുറെ സാധുക്കളുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽ കുറെ സാധുക്കളുണ്ട്, ഇതേതായാലും മിസ്കീന് ഫക്കീർ കടക്കാർ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പൊ അതിന് കൊണ്ടുപോവുക. അത് ശരി, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. നിന്നെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ പിടിച്ച് കെട്ടിയിട്ട് ഇവിടെ കെട്ടിയിട്ടിട്ട് രാവിലെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഹാജരാക്കുന്നു. അപ്പൊ കുറെ കെഞ്ചി പറഞ്ഞു നോക്കി. അബൂ അയ്യൂബുൽ അൻസാരി ഇതൊന്നും വിടൂല, ഞാൻ കൊടുക്കേണ്ടി വരും കാരക്ക് അതിന് പകരം. എന്നെ ഏൽപ്പിച്ചതല്ലേ കാക്കാൻ വേണ്ടിയിട്ട്. നീ ഇന്നലെയും വന്ന് എടുത്തു കൊണ്ടുപോയി, ഞാനും വന്ന് കുറച്ച് എടുത്തു കൊണ്ടുപോയി. ഇന്ന് എനിക്ക് വല്ലാതെ കുറവ് തോന്നിയപ്പോ ഞാനൊന്ന് കാവൽ നോക്കിയതാണ്, നിന്നെ ഞാൻ വിടില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് കാവലിന് പറ്റിയ 1-2 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ എന്നെ വിട്ടേക്കുമോ? എല്ലാത്തിനേക്കാളും സഹാബത്തിന് ദാഹമുള്ളൊരു കാര്യമാണ് ഇൽമ്. ഇൽമ് കിട്ടിയാൽ അവരെന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അത് സഹാബത്തിന്റെ വല്ലാത്തൊരു ബഹുമാനമാണ്. ഇൽമിന് അത്രയും വലിയ ബഹുമാനമായതുകൊണ്ട്, എന്നാ നീ പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ മുറി കാരക്കകളൊക്കെ വെച്ച് നിങ്ങൾ പൂട്ടി പോകുമ്പോ ഓരോ ദിവസവും നിങ്ങൾ കാരക്ക കൊട്ടകൾ കൊണ്ടുവന്ന് വെക്കില്ലേ? കൊണ്ടുവന്ന് വെച്ച് തിരിച്ചു പോകുമ്പോ നിങ്ങൾ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവന്റെ ഇസ്മുകൾ നിറഞ്ഞ 2-3 ആയത്തുകളില്ലേ, ആ ആയത്തുകൾ നിങ്ങൾ ഓതിയാൽ മതി. ഏതാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം.
ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതല്ല നിങ്ങൾ ഏത് സൂക്ഷിക്കുകയാണെങ്കിലും ആ 3 ആയത്തുകളും ഓതിയാൽ മതി, ഒരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാകില്ല. അത് കേട്ടപ്പോ എങ്കിൽ നിങ്ങൾ പോയിക്കൂടി പറഞ്ഞു, എനിക്ക് കാവല് ഏതായാലും ഒരു ഇൽമു കിട്ടിയല്ലോ. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ ഞാൻ 2 ദിവസമായിട്ട് കാരക്ക കുറവായി കണ്ടപ്പോ ആരോ കൊണ്ടുപോകുന്നു നോക്കിയിട്ട് 3-ാമത്തെ ദിവസം നോക്കുമ്പോ എനിക്ക് ആളെ പിടുത്തം കിട്ടി. ഇന്നലെ ഞാൻ ഒരാളെ പിടിച്ചു. ആ ശരീരത്തിന്റെ രൂപഭാഗങ്ങളൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ജിന്നാളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ എന്ന് വെച്ചാൽ അതേ ജിന്നാളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ വിടൂല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കെട്ടിയിരുന്നു. പക്ഷെ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. എന്താ പഠിപ്പിച്ചെന്ന ഇൽമ്? സൂറത്തുൽ ഹശറിന്റെ അവസാനമുള്ള 3 ആയത്ത്, ഹുവല്ലാഹുല്ലദീ തുടങ്ങുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ ഉള്ള ആയത്ത് ഓതിയാല് വലിയ കാവലാണെന്ന് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പഠിപ്പിച്ചത് സത്യമാണ്, അത് ശരിയാണ്, വലിയൊരു ഇൽമാണ് നിനക്കാ പഠിപ്പിച്ചത്. അത് പഠിപ്പിച്ചപ്പോ പിന്നെ ഞാൻ ആൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്ത് എനിക്കൊരു ഇൽമൊക്കെ പകർന്ന ആളല്ലേ, ഇനിയും കെട്ടിയിടുന്നത് ശരിയില്ലല്ലോ എന്ന് ആളെ വിട്ടു. ഞാനത് ഓതി നബിയെ. അദ്ദേഹം പോയ ഉടനെ തന്നെ ഞാനത് ഓതി. സുബഹി കഴിഞ്ഞ് സുബഹിക്ക് വരുമ്പോ വീണ്ടും ഞാൻ തുറന്നു നോക്കി, കാരക്ക അങ്ങനെയുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ എന്റെ വീട്ടിൽ ഞാൻ എന്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിലും ഈ 3 ആയത്തുകൾ ഓതുന്ന പതിവെനിക്കുണ്ട്, ഒന്നും എനിക്ക് നഷ്ടപ്പെടാറില്ല. സഹാബത്തിന് വലിയ ബഹുമാനം കിട്ടിയില്ലേ ഖുർആൻ കൊണ്ട്? താബീങ്ങൾക്ക് വലിയ ബഹുമാനം കിട്ടിയില്ലേ ഖുർആൻ കൊണ്ട്? നമ്മളെ പറ്റി ആഖിറത്തിൽ മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു പരാതി, നമ്മൾ ഖുർആനിനെ ബഹിഷ്കരിച്ചു എന്നാണ്. അത് നമ്മളെ പറ്റി ഉണ്ടാകരുത് കേട്ടോ. പരാതി നമ്മളെ പറ്റി പറയാനുള്ളൂ. وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയും, റബ്ബേ എന്റെ ഈ ടീം, എന്റെ ഈ സമുദായം ഇവർ ഖുർആനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, ഖുർആനെ ബഹിഷ്കരിച്ചു. അതുകൊണ്ടാണ് ഇവർ തോറ്റത്, അതുകൊണ്ടാണ് ഇവർ തളർന്നു പോയത്. ഒറ്റ പരാതിയാ പറയണം, ഖുർആനുമായിട്ട് അഭിവൃദ്ധി ബന്ധം ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് വിജയിച്ചവരൊക്കെ വിജയിച്ചത്, രക്ഷപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ടത്. ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. കുറയരുത്. റമളാൻ കഴിഞ്ഞപ്പോ കുറഞ്ഞു. വീടുകളിലൊക്കെ എന്ത് ഖുർആനോത്തായിരുന്നു, കുറയാൻ പാടില്ല. ഖുർആനോത്ത് നടക്കണം. കുട്ടികൾ ഓത്തൊരു സമയത്ത് നടക്കണം, വലിയവർ ഓത്തൊരു സമയത്ത് നടക്കണം, ഉമ്മമാർ ഓത്തൊരു സമയത്ത് നടക്കണം. എല്ലാവരും ഖുർആൻ വീടുകളിൽ വെച്ച് ഓതണം. വീടുകളിൽ വെച്ചാണ് ഖുർആൻ ഓതേണ്ടത്. പഴയ കാലത്തെ വീടുകളിലെ, പഴയ കാലത്തെ തറവാട് വീട് ഓർമ്മ ഉണ്ടാവും, ഒന്നും നോക്കിയാൽ ഉണ്ടാവില്ല എവിടെയാ വീട്, എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വരുവാണ്. പഴയ കാലത്ത് ഒരു 8 കുടുംബം 9 കുടുംബമൊക്കെ താമസിച്ച വീടില്ലേ, തറവാട് വീട്. വലിയ തറവാട്, ഒരു റൂമിൽ ഒരു കുടുംബം, മറ്റേ റൂമിൽ ഒരു കുടുംബം, മറ്റേ റൂമിൽ ഒരു കുടുംബം. ആ 9 കുടുംബം താമസിച്ച തറവാട് വീട്ടിൽ ഒരു അനൈക്യം ഉണ്ടാകൂല, ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്ന് കുറവുള്ളതോ പോരായ്മയുള്ളതോ തികയാത്തതോ കണ്ടുകൂടാത്ത ഒന്നുമില്ലായിരുന്നു. എന്റെ കാരണം ഖുർആനിന്റെ സൗന്ദര്യമായിരുന്നു. അന്നത്തെ വല്യുപ്പ സുബഹി നിസ്കാരം കഴിഞ്ഞ്, അന്നത്തെ വല്യുമ്മ സുബഹി നിസ്കാരം കഴിഞ്ഞ് അവർ ഖുർആൻ ഓതുമ്പോ മക്കള്, പേരക്കുട്ടികൾ, 3ാം തലമുറ ഒക്കെ ഖുർആൻ ഓതും. 10 മിനിറ്റെങ്കിലും ഓതാതെ പണിക്ക് പോകുന്ന ആൾക്കാർ വരെ പോകൂല. ആ വീട്ടിൽ താമസിക്കാൻ എന്തൊരു സുഖമായിരുന്നു. ഒന്നും ആർക്കും ഒന്നും വേണ്ടാത്തതോ ഒന്നും തികയാത്തതോ കണ്ടുകൂടാത്തതോ ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഒരു 3 അംഗ കുടുംബം താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അപ്പുറത്തും തുടങ്ങിയ ചർച്ച. എല്ലാ തറയിടുന്നില്ലേ, എല്ലാ കേട്ടിണില്ലേ, എല്ലാ ചുമരക്കണില്ലേ, വാർപ്പെക്കണില്ലേ, കൂടാനായില്ലേ, പിരിയാനായില്ലേ. തള്ളക്കോയി പോലും വിൽക്കൂല. അങ്ങനെ തള്ളക്കോയി കുറച്ച് ഏറെ കുട്ടികളൊക്കെ ഉണ്ടായി കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട കുത്തിയാട്ട് കുറെ നേരം അകറ്റിൽ നിർത്തി. അതിനേക്കാളും വ്യഗ്രതയിലും വേഗതയിലുമാണ് നമ്മളൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട്, അല്ല അവിടെ ഒന്ന് തറട്ടൂടെ, മറ്റോടത്തൊന്ന്, അല്ല അവിടെ നിങ്ങളെ പെണ്ണുങ്ങളാണ് കുറച്ച് സ്ഥലം കിട്ടുമോ എന്നൊക്കെ ചോദ്യം തുടങ്ങി.
ഒരു കുട്ടിയായിട്ടുണ്ടാവും. മുമ്പ് എത്ര കുട്ടികളാ കൂടെ ഉള്ളത്? 4-5 കുട്ടികളായിട്ട് ഏതെങ്കിലും കുട്ടിന്റെ കല്യാണമൊക്കെ ആകുമ്പോ സൗകര്യങ്ങളൊക്കെ പറ്റ കുറവാന്നറിയുമ്പോ വാപ്പ പറയുന്ന ഞാൻ അവിടെ ഒരു തറട്ടിട്ട് പതുക്കെ ഒരു പണിയും തുടങ്ങിയാൽ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കൂടാന്ന് പറയും. ഇന്ന് കുട്ടി ഒന്നേ ആയിട്ടുള്ള അതിനൊരു വയസ്സും കൂടെ ഇല്ല, അപ്പൊ തുടങ്ങി. അത് ഖുർആനിൽ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫഇന്നൽ ബൈത്തല്ലദീ ലാ യഖറഉ ഫീഹി ഖുർആൻ, ഖുർആനോത്ത് നടക്കാത്ത വീട്, യഖില്ലു ഖൈറുഹു, അവിടെ ഖൈർ കുറയും, നന്മ കുറയും, വയക്സുറു ശർറുഹു, ഇടങ്ങേറ് അധികരിക്കും. ഒരാൾ അസുഖം കഴിഞ്ഞ് അടുത്താക്ക് അസുഖം വരും, അത് കഴിഞ്ഞ് അടുത്താക്ക് അസുഖം വരും. നമ്മളെന്ത് പറയും? ആരോ എന്തോ ചെയ്യണ്ടെന്ന്. ആരോ ഒന്നും ചെയ്യല്ല, ഖുർആനോ ഒന്നുമില്ല. ആരോ നമുക്ക് എന്തോ ചെയ്യണേ, നമുക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ കാത്തിക്കാണ്. ആൾക്കാർ വേറെ പണിയൊന്നും ഖുർആനോ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ മനസ്സിലാക്കരെ ഒരാൾക്ക് കഴിഞ്ഞ അടുത്താക്ക് തുടങ്ങുമ്പോത്തിന് നമ്മളെ പെണ്ണുങ്ങൾ പറയും എന്തോ ആരുണ്ട്, എന്താരോ എന്ന്. ഖുർആൻ ഒതുക്കൂടെ? ഓതില്ല. എന്നിട്ട് അതിന് മനുഷ്യൻ ഇങ്ങനെ കറങ്ങാൻ നടക്കണം ലോകം മുഴുവൻ. എവിടെല്ലാം ബോർഡിട്ടുള്ള ഓടിച്ചൊട്ടൊക്കെ പോകണം. എന്നിട്ട് ആ ബോർഡിച്ചോട്ട് പോയിട്ട് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ അത് പിന്നെ അതിനും വലിയ വിശ്വാസമായി. ഇപ്പൊ നിസ്കരിക്കുമ്പോഴും അങ്ങനെ, ഇപ്പൊ പാർട്ടി ഓതുമ്പോഴൊക്കെ പാർട്ടിയൊക്കെ റേഞ്ച് ഇട്ടില്ല. അപ്പോഴും എന്റെ ചിന്ത മറ്റോ അങ്ങനെ ചെയ്തോ, ഒക്കെ ചെയ്യാൻ സാധ്യത. നിസ്കാരം തന്നെ തീരില്ല, ആകെ വിശ്വാസമായില്ലേ. പിന്നെ പോകുന്ന ലോകം മുഴുവനും പോകൻ. ഞാൻ ഒന്ന് ഖുർആനും മട്ടത്തിൽ നോക്കിക്കൂടെ? യഖില്ലു ഖൈറുഹു, ഖൈർ കുറയും,